ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നല്ല സോഫ്റ്റായ ഭട്ടൂരയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് സാധാരണ ഭട്ടൂര പോലെയല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മാവൊന്ന് കുഴച്ചെടുക്കണം. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2.5 കപ്പ് മൈദ, ഒരു മുട്ട, 1 കപ്പ് തൈര്, 2 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ കുഴക്കാൻ ആവശ്യമുള്ള പാല്. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ചെറിയ ചൂടുള്ള പാലും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കണം. 2.5 കപ്പ് പാലിന് ഒരു 2 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ എടുത്തത്. ഇത് കുറഞ്ഞു പോകരുത്. ഈസ്റ്റ് അപ്പോൾ കറക്റ്റായിരിക്കണം, ഇല്ലെങ്കിൽ മാവ് പൊങ്ങി വരില്ല. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരു ബൗളിൽ മൈദ ഇട്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു മുട്ട, 1 കപ്പ് തൈര്, നേരത്തെ മാറ്റി വെച്ച ഈസ്റ്റും ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് ഇത് നന്നായി കുഴച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കുഴച്ചെടുക്കണം. ഇത് കുഴക്കുന്നത് പോലെയായിരിക്കും പൊങ്ങി വരുന്നത്. ഇനി ഒരു ബൗളിൽ കുറച്ച് നെയ്യ് തടവി ഇതൊരു 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തു നോക്കാം. ഇനി നമുക്ക് ഇതിനൊരു ഫില്ലിങ് തയ്യാറാക്കാനുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊരു 3 ഉള്ളിയുണ്ട്, ചെറുതായി അരിഞ്ഞതാണ്. ഇതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. ചെറുതായി അരിഞ്ഞ ഉള്ളി അരിഞ്ഞതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ തക്കാളിയാണ്. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വരുമ്പോൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. 4 പച്ചമുളകാണ് ഞാൻ എടുത്തത്. ഇനി ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തത്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവ് നോക്കി കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ബീഫാണ് എടുത്തത്. അത് ഉപ്പും കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വേവിച്ചെടുത്ത ബീഫാണ്. ബീഫായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അതും കൂടിയും ചേർത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം. ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ആറ് മണിക്കൂറായി മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇത് ചെറുതായി കുഴച്ച് ഓരോ ബോൾസ് ആക്കി എടുക്കണം. ഉണ്ടാക്കാൻ ഇത് എളുപ്പമാണ്. രാത്രി ഇപ്പോൾ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുട്ടികൾക്ക് ലഞ്ചിലൊക്കെ കൊടുക്കാൻ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. തൈരിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾ പാലൊഴിച്ചിട്ട് കുഴച്ചാൽ മതി. തൈര് ഒഴിവാക്കാം. ഇനി ഇതെല്ലാം പരത്തിയെടുക്കണം. ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിൽ പരത്താം. അധികം തിന്നായിട്ട് പരത്തരുത്. ഒരു ചപ്പാത്തിയുടെ തടിയിൽ തന്നെ പരത്തിയെടുക്കണം. അതിനുശേഷം നേരെ പകുതി കട്ട് ചെയ്ത് ഒരു സൈഡിൽ ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫില്ലിങ് ഒരു സൈഡിൽ വെച്ച് മടക്കിയെടുക്കാം. മടക്കുന്നത് ഒന്നും കൂടി കാണിക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കണം.
സൈഡെല്ലാം നന്നായി കൈവച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഫില്ലിംഗ് ഒന്ന് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു സമൂസയുടെ ഷേപ്പിൽ ഇത് മടക്കിയെടുക്കണം. ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പൊരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊങ്ങി വരും. നല്ല സോഫ്റ്റാണ്. ഭട്ടൂരൊക്കെ കഴിക്കണമെങ്കിലും ബട്ടർ ചിക്കനൊക്കെ കൂട്ടിയിട്ടല്ലേ കഴിക്കാൻ ടേസ്റ്റ്. ഇതിങ്ങനെ തന്നെ കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. വെജിറ്റബിളും വെക്കാം. ഏത് ഫില്ലിങ് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇത് സ്നാക്കായിട്ടും കഴിക്കാം. കുട്ടികൾക്ക് ലഞ്ചിലൊക്കെ കൊടുക്കാം. നല്ല അടിപൊളി ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു വീഡിയോയിൽ കാണാം.